ഇപ്പോൾ തിരുവാതുക്കൽ വാർഡ് മെമ്പർ അവിടുത്തെ ജനപ്രതിനിധിയായിട്ടുള്ള ടോം കോര നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ടോം കോര, വലിയ ഞെട്ടലിലാണ് താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ എന്ന് മനസ്സിലാക്കാനാകുന്നുണ്ട്. ഇപ്പോൾ ആ സ്ഥലത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാനാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? തികച്ചും വളരെ ഞെട്ടലിൽ തന്നെയാണ്. നമുക്ക് അടുപ്പമുള്ള ഒരു കുടുംബമായിരുന്നു. വിജയകുമാർ സാറും അദ്ദേഹത്തിന്റെ വൈഫ് നീര എന്ന് പറയുന്ന ഡോക്ടറാണ് ആന്റിയുമാണ് ഉണ്ടായിരുന്നത്. അപ്പം ഇന്നലെ ഇപ്പം ഒരു 8:45 കൂടിയാണ് ഞാനിത് അറിയുന്നത്. അപ്പം മരണപ്പെട്ടു എന്ന് മാത്രമാണ് അറിഞ്ഞത്. അപ്പോൾ ഓടി വന്നപ്പോൾ വേലക്കാരിയായിട്ട് സംസാരിച്ചപ്പോൾ വേലക്കാരി അകത്ത് കയറി നോക്കിയപ്പോൾ വിജയകുമാർ സാർ ഒരു മുറിയിലും അപ്പുറം ആന്റി മറ്റൊരു മുറിയിലുമാണ് കിടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഒരു മുറിയിൽ വിജയകുമാറിന്റെ മൃതദേഹം കടന്നിരുന്ന ഒരു മുറിയിലും ഭാര്യയുടെ മൃതദേഹം മറ്റൊരു മുറിയിലുമായിരുന്നു അല്ലേ? അതെ 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 അങ്ങനെയാണ്. ഇവിടുത്തെ ആദ്യം ഇത് കാണുന്നത് വേലക്കാരിയാണ്. സാധാരണ ഈ ജോലിക്കാരി പുറയിലൂടെയാണ് കയറാറുള്ളത്. അപ്പം ഇന്ന് വന്നപ്പോൾ പുറവശത്തെ വാതിൽ അടഞ്ഞു കിടക്കുക തന്നെയായിരുന്നു, തുറന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഫ്രണ്ടിൽ വന്നപ്പോൾ ഫ്രണ്ടിലത്തെ ഡോറ് തുറന്നു കിടക്കുകയും അവരതുവഴി കയറുകയും ചെയ്തപ്പോഴാണ് ആദ്യം നോക്കിയപ്പോൾ ഈ പറയുന്ന വിജയകുമാർ സാറ് അവിടെ കിടക്കുന്നതായിട്ടാണ് കണ്ടത്. അപ്പം അവർ നോക്കിയപ്പോൾ മുഖത്ത് മുറിവുള്ളതായിട്ട് ദുരിത കണ്ടതായിട്ടാണ് അവർ പറഞ്ഞത്. അഡ്വക്കേറ്റ് ടോം കോര, താങ്കൾ ഈ വേലക്കാരിയോട് ഉൾപ്പെടെ ജോലിക്കാരോട് ഉൾപ്പെടെ സംസാരിച്ചതാണല്ലോ. ഇത് അതിക്രൂരമായ ഒരു കൊലപാതകമാണ് എന്ന വിധത്തിലുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണോ അത്? അങ്ങനെ ഒരു സംസാരം കേൾക്കുന്നുണ്ട്. അപ്പം പോലീസിനെ വിളിച്ച് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അപ്പം ബാക്കി വേലക്കാരികളുമായിട്ട് ഇപ്പം ഇവിടുത്തെ ജോലിക്കാരുമായിട്ട് പോലീസുകാർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മുഖത്ത് ബ്ലഡ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഇതൊരു കൊലപാതകമാവാൻ സാധ്യത എന്നുള്ളതാണ് ഇവിടുത്തെ ആളുകളുടെയും എല്ലാവരുടെയും തന്നെ നിഗമനം. ടോം കോര, ഇവരുടെ കുടുംബാംഗങ്ങൾ, മക്കൾ ഉൾപ്പെടെ എവിടെയാണ്? ഇവർ ഒറ്റയ്ക്കായിരുന്നില്ല ഇവിടെ താമസിച്ചിരുന്നത്? അതെ, ഇവര് രണ്ടുപേരും ഈ ഒരു വീട്ടിലൊരു കാര്യസ്ഥനെ പോലെ ഒരു. ഓക്കെ, താങ്ക് യു അഡ്വക്കേറ്റ് ടോം കോര, പ്രതികരിച്ചതിന് നന്ദി. ഇപ്പോൾ കോട്ടയം SP തത്സമയം നമുക്കൊപ്പം ചേരുകയാണ്. സാർ, ഇപ്പോൾ ഇത് നാടിനെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. ഇതൊരു ക്രൂരമായ കൊലപാതകം എന്ന് തന്നെ സ്ഥിരീകരിക്കാനാകുന്നുണ്ടോ? തന്നെയാണെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്ഥിരീകരണം. സാർ, അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നല്ലോ. അവിടെ ഈ ബോഡി ഉൾപ്പെടെ അതിക്രൂരമായ രീതിയിലുള്ള ആക്രമണത്തിന് ഇരയായിട്ടുണ്ട് എന്നാണോ വിവരങ്ങൾ? മുഖത്തിനാണ് ആക്രമണം ഏറ്റിരിക്കുന്നത്. നമ്മൾ ആയുധം കണ്ടെടുത്തിട്ടുണ്ട്. ഒരു കോടാലി പോലെയുള്ള ഒരു ആയുധമാണ്. സാർ, ഒരു കാര്യം കൂടി, ഈ ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ടോ? എങ്ങനെയാണ് നമുക്ക് വ്യക്തമായ ഒരു സൂചന കിട്ടിയിട്ടുണ്ട്. അതിന്റെ കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇപ്പൊ പുറത്ത് പറയാറായിട്ടില്ല. ഓക്കെ, ഒറ്റ കാര്യം കൂടി സാർ, പറഞ്ഞോളൂ. ഇവരുടെ ഈ കുടുംബാംഗങ്ങൾ, മക്കൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇവർ ഒറ്റയ്ക്കായിരുന്നല്ലോ ഇവിടെ താമസിച്ചിരുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള മറ്റു ദുരൂഹതകൾ ഈ പ്രധാന ലീഡ് അല്ലാതെ മറ്റെന്തെങ്കിലും? വേറെ ദുരൂഹതയൊന്നും നമ്മൾ സംശയിക്കുന്നില്ല. ഇദ്ദേഹത്തിന്റെ മകൻ 2018 മരണപ്പെട്ടിരുന്നു. അതുപോലെ മകള് വിദേശത്താണെന്നാണ് നമുക്കിപ്പോ കിട്ടിയിരിക്കുന്ന അറിവ്. ഓക്കെ സാർ, അവിടെ ഉണ്ട് അല്ലേ? ഞാൻ അങ്ങോട്ട് എത്തുന്നതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. കോട്ടയം SP ഷാഹുൽ ഹമീദാണ് സംസാരിച്ചത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം SP ഇപ്പോൾ ന്യൂസ് മലയാളത്തോട് പങ്കുവച്ചിരിക്കുകയാണ്. മുഖത്തുൾപ്പെടെ അതിക്രൂരമായ രീതിയിലുള്ള മുറിവ് ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ അഡ്വക്കേറ്റ് ടോം കോര, തിരുവാതുക്കൽ വാർഡ് മെമ്പർ, നമ്മളോട് പങ്കുവച്ചത് മൃതദേഹങ്ങൾ 2 മുറികളിൽ കിടന്നു എന്ന നിലയിലാണ്. ഇപ്പോൾ SP തന്നെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു പ്രധാനപ്പെട്ട ലീഡ് കണ്ടെത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ ശക്തമായ സൂചന ലഭിച്ചു എന്നുള്ള കാര്യം ന്യൂസ് മലയാളത്തോട് കോട്ടയം SP ഷാഹുൽ ഹമീദ് സ്ഥിരീകരിക്കുകയാണ്. അത് അന്വേഷണത്തെ ബാധിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഈ ഘട്ടത്തിൽ പുറത്തു പറയാൻ സാധിക്കില്ലാത്തതിനാൽ SP പുറത്ത് പറയാൻ തയ്യാറല്ല. ആ ഘട്ടത്തിൽ പ്രതിയെപ്പറ്റി ശക്തമായ ഒരു സൂചന ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു നാട്ടുകാരന്റെ പ്രതികരണം. കുടുംബത്തിലെ അവരുടെ പുത്രൻ MC റോഡിൽ അദ്ദേഹത്തിന്റെ വണ്ടി കടന്നു. MC റോഡിൽ നിന്ന് റെയിൽവേ ട്രാക്കിലേക്ക് നടന്നു പോകാനുള്ള വഴിയിൽ കൂടി അകത്ത് കടന്നതിന് ശേഷം അവിടെ നിന്ന് ഒരു 10-50 മീറ്റർ റെയിൽവേ ട്രാക്കിൽ കൂടെ നടന്നു പോയതായും അവിടെ വച്ച് ട്രെയിൻ തട്ടി മരിച്ചതായി ആണ് പോലീസിൻ്റെ റിപ്പോർട്ട്. പക്ഷേ അന്ന് ആ ബോഡി പരിശോധിച്ച ആളുകൾക്ക്, അവിടെ പോയി കണ്ട ആളുകൾക്ക് ബ്ലേഡ് കൊണ്ട് ആ മനുഷ്യൻ്റെ ശരീരത്ത് പല സ്ഥലത്തും മുറിവുകളുണ്ടായിരുന്നു. ആത്മഹത്യയാണ് എന്ന് ആളുകൾ പറയപ്പെടുന്നുണ്ട് എങ്കിലും ഈ നാട്ടുകാരായ ആളുകൾക്ക് അത് ആത്മഹത്യ അല്ല എന്ന് സംശയമുണ്ടായിരുന്നു. ഞങ്ങൾ പൊതുപ്രവർത്തകർ എന്ന നിലയിൽ അത് ടേക്കപ്പ് ചെയ്ത് ഒരു പ്രശ്നത്തിലേക്ക്, തുടർ അന്വേഷണത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള
നടപടികൾ സ്വീകരിച്ചു എങ്കിലും അതിനുശേഷം 2 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ശ്രീ ഉമ്മൻചാണ്ടിയുമായി ഞാൻ തന്നെ ഇവിടെ വന്ന് ഈ മാതാപിതാക്കന്മാരെ കാണുകയും അവർക്ക് ഇതേ സംബന്ധിച്ച് പരാതിയില്ല എന്ന് അവർ പറയുകയും ചെയ്തതുകൊണ്ടാണ് അന്ന് ഞങ്ങൾ ആ ബന്ധപ്പെട്ട അന്വേഷണത്തിൽ നിന്നും ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നും ഞങ്ങൾ ഒഴിവായി മാറി നിന്നത്. ഇത് 100% കൊലപാതകമാണ് എന്നുള്ള കാര്യത്തിൽ അകത്തു നിന്നുള്ള റിപ്പോർട്ട് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, അകത്തു നിന്നുള്ള റിപ്പോർട്ട് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ 100% കൊലപാതകമാണ് എന്ന് സംശയിക്കുന്നു എന്നല്ല, 100% കൊലപാതകമാണ്. അത് ഇതിനോട് ബന്ധപ്പെട്ട് ഇവിടെ ഒരു വാച്ചറായും ഇവിടുത്തെ കാര്യങ്ങൾ നടത്തുന്നതിനുമൊക്കെ ഒരാൾ ഉണ്ടായിരുന്നു എന്നും അങ്ങേര് ഏതാണ്ട് വേലക്കാരത്തെയും അതേപോലെ ആളുകൾ ഉണ്ടായിരുന്നു എന്നും അവർ ഇവിടെ നിന്ന് ഏതാണ്ട് 1 കോടിയിൽ പരം രൂപ ഓൺലൈനിൽ ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെത് അടിച്ചു മാറ്റിയെന്നും അതിനോട് ബന്ധപ്പെട്ടൊരു കേസുണ്ടായി എന്നും അദ്ദേഹത്തെ ആ ബന്ധപ്പെട്ട ആളെ അറസ്റ്റ് ചെയ്യുകയും അതിനുശേഷം ആ ബന്ധപ്പെട്ട ആൾ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നുമാണ് സംശയിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തെ ഞാൻ നേരിൽ കണ്ടിട്ടില്ല, ഞാൻ സംശയിക്കുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഏതായാലും അദ്ദേഹം ഇപ്പോൾ വെളിയിലുണ്ട് എന്ന് നാട്ടുകാർ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അത് ഒരു ബംഗാളിയാണ്. ഇത്രയും ക്രൂരമായ ഒരു കൊലപാതകം നടക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരാളായിരിക്കണം, അല്ലെങ്കിൽ ബംഗാളികളെ പോലുള്ള ആളുകളെ ഇത്രയും ക്രൂരമായ ഒരു കൊലപാതകം നടത്തുകയുള്ളൂ എന്നാണ് നാട്ടുകാരായ ഞങ്ങൾ സംശയിക്കുന്നത്.